ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇടിച്ചക്ക തോരനാണ്. നമ്മൾ പൊതുവേ ചക്കയൊന്നും ഇങ്ങനെ കഴിക്കാറുള്ള കൂട്ടത്തിലല്ല. സോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കുന്നത്. നമ്മളിത് മൂത്ത് പഴുത്ത് മാത്രം കഴിച്ചിട്ടുള്ളൂ. എന്തോ ഉമ്മ പെട്ടെന്ന് ഉണ്ടാക്കുന്ന പറഞ്ഞിട്ട് പറിച്ചു കൊണ്ടു തന്നു. സോ നമ്മൾ അതിന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക. എൻ്റെ മൊത്തം ബലം ഉപയോഗിച്ചിട്ടാണ് ഞാൻ അതിനെ കട്ട് ചെയ്തെടുത്തിരിക്കണേ. പിന്നെ ഞാൻ ഓർത്തത് അത് പാലുള്ള സംഭവമാണ് പറഞ്ഞിട്ട് പിന്നെ വേഗം പോയി എണ്ണയൊക്കെ തേച്ചിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ മുള്ളു പോലുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാൻ. വീട്ടിൽ ഒത്തിരി പ്ലാവ് ഉണ്ടെങ്കിലും ഇന്നേ വരെ ഞാനത് ഒരു സംഭവമൊന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. എന്തോ പെട്ടെന്ന് സാധനം കയ്യിൽ കിട്ടി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാണ്. യാതൊരു ഉറപ്പുമില്ല ഞാനിത് കഴിക്കും എന്നുള്ളത്. സോ എന്നാലും കിട്ടിയ സ്ഥിതിക്ക് നമുക്കൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്. അപ്പോൾ വേഗം നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി കഴുകിയിട്ട് കുക്കറിൽ ഒരു 4-5 വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇടിച്ചക്ക എന്നാണ് പേര്. സോ നമുക്കിതിന് ഇടിച്ചെടുക്കണം. സോ നന്നായി ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇടിച്ചെടുക്കാൻ ഇത്തിരി എളുപ്പമായിരിക്കും. ഇല്ലെങ്കിലും ബലം ഒരുപാട് കൊടുക്കേണ്ടി വരും. സോ ആദ്യം തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറ് കണ്ടില്ലേ, അത് ചക്കയുടെ നമ്മൾ എയറോടെ കോണ്ടാക്റ്റ് ആകുമ്പോൾ വരുന്ന കളറാണ് കേട്ടോ. സോ നമുക്കിത് നന്നായി വെന്തിട്ടുണ്ട്. കയ്യിൽ തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ നമ്മുടെ ചക്ക ഇവിടെ റെഡി. സോ തോരൻ വയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പില, സവോള, പച്ചമുളക്, പിന്നെ തേങ്ങാക്കൊത്ത് ഞാനിനി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. സോ അതും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് നമ്മുടെ സംഭവം സെറ്റാക്കി എടുക്കാം. ഇതുപോലെ മതി, ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് നമ്മുടെ കുക്കിങ്ങിലോട്ട് കിടക്കാം. സോ നോർമലാണ്, സാധാരണ തോരൻ ഉണ്ടാക്കുന്ന ആ രീതിക്ക് തന്നെയാണ്. നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചത് കൊണ്ട്. സോ പാത്രം വെച്ച് അതിലേക്ക് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും കൂടി ഇട്ട് പൊട്ടിച്ച ശേഷം നമ്മൾ അറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതപ്പോൾ എണ്ണ ചൂടായി, കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ അതിൽ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പെട്ടെന്നൊന്ന് മൂപ്പിച്ച് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട്, വെറുതെ ടൈം പോകണ്ടല്ലോ. സോ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മാത്രം ഉപ്പ് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി ചക്കയിൽ ഇട്ടിട്ടുള്ളത് കൊണ്ട് കുറച്ച് മാത്രം ഉപ്പ്, ഉള്ളിക്ക് മാത്രം ഉപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മൂത്ത് വന്ന സമയത്ത് നമുക്ക് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയും ഇട്ടിട്ട് ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം നന്നായിട്ട് വണക്കുന്നുണ്ട്, കേടുവരാതിരിക്കാൻ തേങ്ങ ഇട്ടതുകൊണ്ട്. സോ നന്നായി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ചക്കയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. കയ്യിൽ പ്രസ് ചെയ്തത് കൊണ്ട് ചിലതൊന്നും ഇതായിട്ടില്ല. സോ നമുക്കിനി ഇളക്കുന്ന സമയത്ത് നമ്മുടെ ചട്ടകം വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കൊത്തി കൊടുത്താൽ അതെല്ലാം ശരിയായിക്കോളും. സോ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരാളെ കൊണ്ട് കഴിപ്പിച്ചിട്ട് റിവ്യൂ ചോദിക്കാം. സാധനം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. പുള്ളിക്കാരൻ പറയുന്നത് കാണാൻ നിങ്ങൾക്ക്, വേണ്ടമ്മ എന്ന് അവൻ പറയുന്നുണ്ട്. എന്തായാലും അവനും കഴിക്കില്ല, ഞാനും കഴിക്കില്ല. ഈ സംഭവങ്ങളൊന്നും നമ്മൾ കഴിച്ച് ശീലമില്ലാത്ത ആൾക്കാരാണ്. സോ അവൻ്റെ റിയാക്ഷനിൽ തന്നെ അറിയാം സംഭവം കൊള്ളില്ല. ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്